പിന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ജസ്ന സലീം എന്താ കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കാത്തോളനെ കൃഷ്ണ എന്നാലും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമാണല്ലേ. എന്തുവാണ് ജസ്ന സലീം, ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാത്തെന്ന് പറഞ്ഞാൽ ആകെ സമയമില്ലായിരുന്നു. അങ്ങനെ പോവായിരുന്നു. ഇങ്ങനെ സുരേഷ് ഗോപി സാറിൻ്റെ മറ്റേ പാർലമെൻറ്റിലെ കാര്യവും ബ്രിട്ടാസിൻ്റെ പ്രകടനവും അത് കഴിഞ്ഞപ്പോൾ ഗോപി സാറിൻ്റെ പ്രകടനവും എമ്പുരാൻ റിലേറ്റഡ് ആയിട്ട്, അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറ്റേ ചോദ്യം വേറൊരു ചോദ്യം ചോദിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അത് അവരുടെ ഒരു തന്ത്രമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കത് വലിയ രസമായിട്ടൊന്നും തോന്നാറില്ല. കാരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയുക എന്നുള്ളതാണ് ഒരു മാന്യത. അത് കീപ്പ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ BJP-യിൽ പല നേതാക്കന്മാരും അങ്ങനെയാണ്. ശരി, അത് പോട്ടെ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ KB ഗണേഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം, അതായത് പിന്നെ മറ്റേ ജാക്കി ഒപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അലവലാതി സ്വഭാവം, അതാണ് അവൻ അവിടെ കാണിച്ചത്. അവൻ ശരിക്കും വൈറലാവാൻ വേണ്ടിയിട്ട് വല്ലതും അടിച്ചിട്ട് ചെയ്താണോ എന്നറിയില്ല. കാരണം ഇത്രയും ക്യാമറയുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ഇവൻ ഇത് കാണിക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല. കാരണം ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കോപ്രായം കാണിക്കുന്ന പല ആൾക്കാരും ഇതേപോലെ ഒരുത്തൻ സിനിമയിൽ വരെ കയറി ഉണ്ട്, അതങ്ങനെ ഉണ്ട്, അത് വന്നോ, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഇപ്പോൾ സിനിമയിൽ കയറി. അത് മമ്മൂക്കയുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇവനെയൊക്കെ എടുത്തതെന്നുള്ളത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷേ അത് അവർക്ക് സിനിമ എടുത്തവർക്ക് നേട്ടമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട്, അതായത് പോലീസുകാർ വേറെ ആരും ഇവനെ ശ്രദ്ധിക്കില്ല, ഇവൻ കാണിക്കുന്നത് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞ് ഇവൻ ചെയ്തതാണെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ മനഃപൂർവ്വം ചെയ്തതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ജസ്ന സലീം എന്താ കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കാത്തോളനെ കൃഷ്ണ. നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, വെള്ളാണകളുടെ നാട്, അതിനകത്ത് പുള്ളി ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ജസ്ന സലീമിനെ കാണുമ്പോൾ എനിക്ക് മീരാബായിയെ ഓർമ്മ വരുന്നുണ്ട്. വലിയ നല്ല കാര്യത്തിന് വേണ്ടി ഒന്നുമല്ല ഓർമ്മ വരുന്നത്. അതായത് മീരാബായി എന്ന് പറയുന്നത് ഒരു ഇതിഹാസമാണ്, അതൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക്, മീരാബായി അങ്ങനെയല്ല ചെയ്ത കേട്ടോ, മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇവരുടെ ഒരു ഐഡിയ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതേ ഉള്ളൂ. ആ ഒരു റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ, കാരണം നീ അത്രയ്ക്കും വലിയ ഒരു കൃഷ്ണഭക്തയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ ഒരു കൃഷ്ണൻ്റെ പടം വെച്ച് നീ തൊഴുതോ, നീ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തോ, ആരും വേണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ. അത് നീ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോ. ചിലപ്പം നീ ഒരു 30 കൊല്ലം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ആൾക്കാർ അത്രയ്ക്കും വിശ്വസിക്കില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ, അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും. ഇവർ ഫോട്ടോയൊക്കെ വരച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ ആരുടെയും സ്വത്തല്ല എന്നൊക്കെ പറയുന്ന ഇവർ എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ഈ ഒരു കാര്യം ചൂസ് ചെയ്തു എന്നുള്ളത് ആണ് ഞാൻ നോക്കുന്നത്. എന്ത് കാര്യത്തിനാണ്, എന്താണ് ആവശ്യം? ഇപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് വേറെ ഒരാളെ കാണിക്കാതെ ചെയ്തോളൂ. നിങ്ങളുടെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾക്ക് ദാനം അല്ലെങ്കിൽ മറ്റേ സക്കാത്ത് എന്ന് പറയുന്ന പരിപാടി, നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്, അറിയണ്ട എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം, അതായത് ഞങ്ങളൊക്കെ കഴിക്കുന്നത് മറ്റേ ചോറ് തന്നെയല്ലേ, എഡിബിൾ ഫുഡ്സ് ആണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തിയാണോ എന്നൊന്നും ചോദിച്ച് വന്ന കളയാറ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നത് എന്തിനാണ്? ഒരുപാട് ആൾക്കാർ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അവിടെ വന്നു, സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണം അവിടെയാണ് നടന്നത്. അപ്പോൾ അവിടെ വീഡിയോ എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ അവർക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള ഒരു ഫീലിംഗ് ആ അമ്പലം, അതിൻ്റെ നടത്തിപ്പുകാർ അവർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ നടത്തിപ്പുകാരാണല്ലോ വലുത്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയാന്ന് വെച്ചാൽ, ഇത് ആരുടെയും സ്വത്തല്ല, ഇതാണ്. ഇതിപ്പോൾ ആരുടെയും സ്വത്തല്ല. ആരും ഈ ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലം നോക്കാൻ ആളില്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഗതി എന്താവുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല അമ്പലങ്ങളും വെറും വേസ്റ്റായിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്നവർ അവർ അത്രയ്ക്കും ഷ്രൂഡാണ്, അത്രയ്ക്കും നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ അമ്പലത്തിൻ്റെ ആ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് ദൈവം പാതി താൻ പാതി എന്നാണല്ലോ.
അല്ലാതെ ദൈവം വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് മറ്റേ ദിവ്യ ദർശനം തരികയും അല്ലെങ്കിൽ ആൾക്കാരുടെ മറ്റേ പ്രശ്നങ്ങളൊക്കെ മാറ്റുകയും അതൊന്നും യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റാണ്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള വഴിയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഈ ഒരു സ്ഥലത്തേക്ക് ഈ പൊളിറ്റീഷ്യൻസ്, ഞാൻ ഇടയ്ക്ക് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, ബ്രിട്ടാസിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇവരുടെ ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബിലും അത് ഇതൊക്കെ മറ്റേ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഏകദേശം ഒരേ മറ്റേ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരേ ലെവൽ എന്ന് പറയുമ്പോൾ അതായത് പ്രശസ്തി. ഇപ്പോൾ എമ്പുരാനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഇപ്പോൾ അതാണ് മോനെ ട്രെൻഡിങ്. അപ്പോൾ അതിനെക്കുറിച്ച് എടുത്തിടാം എന്ന് പറഞ്ഞ് എടുത്തിട്ടതാണ് ബ്രിട്ടാസ്. എമ്പുരാനല്ല, ലെഫ്റ്റ് മറ്റേത് മറിച്ചത്, ആ സിനിമ ഈ സിനിമ, മുനമ്പം പ്രശ്നം, ഇതാന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടതാണ് സുരേഷ് ഗോപി. അത് ട്രെൻഡിങ് ആണ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ മറ്റേ ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു മതത്തിനെ വിറ്റ് അതിൽ നിന്ന് നിങ്ങൾ മറ്റേ ആദായം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. നിങ്ങൾ അത്രയ്ക്കും വലിയ ആളാണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും കത്തി വരത്തില്ലെന്ന് നിങ്ങൾ ചിലപ്പം പറയും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് വക ഒരു ഇങ്ങനത്തെ പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും അത് പൊങ്ങി വരണമെങ്കിൽ വരും. അല്ലാതെ അത് അങ്ങനെ അങ്ങ് അടിച്ചമർന്ന് അത് അങ്ങനെ അങ്ങ് ക്ലോസായി പോകും എന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ പഴയ കാലത്ത്. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ എവിടെ നിങ്ങൾ കാണിച്ചാലും, കാരണം ഇത് ഭയങ്കര ഓബ്വിയസാണ്. ഇറ്റ്സ് വെരി ഓബ്വിയസ് എന്ന് പറയുന്ന പോലെ ഇത് ഭയങ്കര ഇങ്ങനെ ഓപ്പണായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഇങ്ങനെ 2 നേരം ഭക്ഷണം കഴിച്ചാൽ മതി, ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും എന്നുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ എന്തിനാണ് പിന്നെയും അവിടെ തന്നെ പോയിട്ട്, നിങ്ങൾക്ക് അത്രയ്ക്കും ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കാണ്ട് പോകും. വേറെ ആൾക്കാർ നിങ്ങളുടെ വീഡിയോ എടുത്തിടും. അത് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഈ ഐഡിയ പറഞ്ഞുകൊണ്ട്, ഞാൻ ബുദ്ധിമാനെന്നല്ല കേട്ടോ, അത് ഞാൻ ഈ ഐഡിയ പറഞ്ഞുകൊണ്ട് ഈ ഐഡിയ ഇനി ഇറക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയരുത് ആ ഇട്ട ആൾ ആ വീഡിയോ എടുത്തത് ഞാനല്ല, കടലാസിൻ്റെ മാല കൊണ്ടിടുക, അതായത് ഇങ്ങനത്തെ നിങ്ങൾ എന്തുകൊണ്ടിട്ടാലും ദൈവം സ്വീകരിക്കും എന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ എന്തിന് പിന്നെയും അവിടെ പോകുന്നു? പിന്നെയും നിങ്ങളവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഈ മറ്റേ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ വലിയ പണ്ഡിതന്മാരെ, വലിയ ആൾക്കാർ മറ്റേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരെ വരെ നമ്പാത്ത ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ആ ഒരു സ്ഥലത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ട് ഇത് ആരുടെയും കുത്തകയല്ല, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് വെറും മറ്റേ തേർഡ് റേറ്റ് പരിപാടി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഹിന്ദുക്കൾ അവരുടെ ഇതൊക്കെ വിശ്വസിച്ചോട്ടെ. അവർക്ക് കൃഷ്ണനെ ആരാധിക്കണമെങ്കിൽ അവരത് ആരാധിക്കുന്നു, അല്ലെങ്കിൽ അയ്യപ്പനാണെങ്കിൽ അയ്യപ്പൻ, അല്ലെങ്കിൽ മറ്റേ ശിവനാണെങ്കിൽ ശിവൻ, അത് അവരുടെ ഒരിത്. ഇപ്പോൾ യേശു ക്രിസ്തുവാണ് വലുത് എന്ന് പറയുന്ന, ക്രിസ്തു ഇല്ല എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്. നബിയാണ്, മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ കണ്ണിൽ കണ്ട ഒരു ദൈവത്തിൻ്റെ ഒരു ദൂതൻ എന്നൊക്കെ പറയുന്ന മുസ്ലിംസ് ഉണ്ട്, അല്ലെങ്കിൽ സർദാർമാരുണ്ട്, അല്ലെങ്കിൽ പാർസികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് മതങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഈ മറ്റിടത്തെ പരിപാടി കാണിക്കുന്നതിനോടാണ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ എന്ത് വക വളിപ്പം പരിപാടിയൊക്കെയാണ്. ഒന്നുമല്ലെങ്കിലും നിങ്ങൾക്ക് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. ഈ ജസ്ന എന്ന് പറയുന്ന ആൾക്ക് അത്രയും പ്രായമൊന്നുമില്ല. അപ്പോൾ ഒരു 10-60 വയസ്സായിട്ട് ഈ മറ്റേ ഇടയ്ക്ക് സ്വാമിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അവരുടെ സ്വാമിയുടെ മരിച്ചുപോയ സമാധിയായ സ്വാമി, ആ സ്വാമിയുടെ വൈഫ് വന്നിട്ട് സമാധി ആയതാണ്, അങ്ങനെ ആയതാണ്, ഇങ്ങനെ ആയതാണെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും വളിപ്പ് തോന്നുന്നില്ല. കാരണം അവർക്ക് കുറച്ച് പ്രായമുണ്ട്, കുറച്ച് പഴയ ആൾക്കാരാണ്. അപ്പോൾ പഴയ ആൾക്കാരുടെ ഒരുപാട് വിശ്വാസങ്ങളും കാര്യം, ശനി ഭഗവാൻ, മറ്റേത് മറിച്ചത്, രാഹുകാലം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ പോട്ടെന്ന് വെക്കാം. പക്ഷെ നിങ്ങൾ ഈ മറ്റേ മോഡേണായിട്ട് ഇപ്പോൾ ഒരു മോഡേൺ സൊസൈറ്റിയിൽ നിന്നിട്ട് ഈ മറ്റിടത്തെ പരിപാടി കാണിക്കാൻ പാടില്ല. മറ്റിടത്തെ പരിപാടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന തെറിയൊന്നുമല്ല. നിങ്ങൾ കാണിക്കുന്നത് ശരിക്കും ശുദ്ധമായിട്ടുള്ള മണ്ടത്തരമാണ്, ശുദ്ധമായിട്ടുള്ള സെൽഫിഷ്നെസ്സാണ്. സെൽഫിഷ്നെസ് നിങ്ങൾ വിചാരിക്കുന്നത് കണ്ണടച്ച് പാൽ കുടിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ലെന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ ഈ ഭക്തി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ആ ഒരു സമൂഹം, അതിൻ്റെ അടുത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ ഇങ്ങനത്തെ വളിപ്പം പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഈ മറ്റേ ഒരുമാതിരി ഷോ പരിപാടി, ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കച്ചവടം പരിപാടി ചെയ്യുന്നതാണ്. അതാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഇപ്പോൾ ചിലർ വന്നിട്ട് വേണമെങ്കിൽ സംഗീ എന്നൊക്കെ പറയും. ഞാൻ സംഗീതമൊന്നുമല്ല, സംഗീതോ മങ്കിയോ എന്തെങ്കിലുമൊക്കെ
ആൾക്കാർ പലതും പറയും, അതൊന്നും നമുക്ക് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ കാണിക്കുന്ന പരിപാടി, ഈ കൃഷ്ണനെ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുന്നതൊക്കെ സൂപ്പറാണ്, അത് ഓക്കെ, നിങ്ങൾ സെയിൽസ് ആയിക്കോ, അങ്ങനെ പോകും. അല്ലാതെ ഈ അമ്പലത്തിൽ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഈ സെയിൽസ് കൂട്ടാനുള്ള പരിപാടി ഉണ്ടല്ലോ, അത് മറ്റേ ശുദ്ധമായിട്ടുള്ള വേസ്റ്റ് വളിപ്പം പരിപാടിയാണ്. അത്രേ പറയാനുള്ളൂ.